ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു സിനിമാ കഥയാണ്, ഒരു സിനിമാക്കാരൻ്റെ കഥയാണ്. അപ്പോൾ സിനിമാക്കാരുടെ കഥയെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ രസകരമായിട്ടുള്ള വളരെയധികം ഒരു എൻ്റർടൈൻമെൻറ്റ് വളരെയധികം ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിന് ആ സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് അതിന് താല്പര്യമുള്ള ആൾക്കാർ വീഡിയോ കണ്ടാൽ മതി, അല്ലാതെ അവർക്ക് പെട്ടെന്ന് സിപ്പ് ചെയ്ത് പോക്കോളൂ. ഓക്കെ, നമുക്ക് വീഡിയോയിൽ വരാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് കാശ് സമ്പാദിച്ച വലിയൊരു വീടാണ് അമേരിക്കക്കാരൻ വലിയ രാജകൊട്ടാരം പോലത്തെ ഒരു വീട് പണിതിട്ട് വെക്കുക. അപ്പോൾ ഒരു മകളുണ്ട്. മകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂർ പഠിക്കുന്നത്. ഭർത്താവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ. ഭാര്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് വലിയ ബംഗ്ലാവും. അപ്പോൾ ഈ സിനിമ ഷൂട്ടിങ്ങിന് ഒക്കെ സ്ഥിരം വീടുകളാണ്, എല്ലാം സ്ഥിരം ലൊക്കേഷനിലാണ്. ശരിക്കും സിനിമ ഷൂട്ടിങ്ങിന് ശരിക്കും ഇവരെ സ്വഭാവം അറിയുന്ന ആൾക്കാർ ഒരാളും സിനിമ ഷൂട്ടിങ്ങിന് വീട് കൊടുക്കില്ല. വീട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ ഇന്ന് 10, 25, 25,000, 30,000, 50,000 കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വീട് മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു 5 ദിവസം ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ എത്ര കിട്ടും? ചിലപ്പോൾ പെയിൻ്റ് അടിക്കാൻ തന്നെ കാശ് വരും. അതുപോലെ തന്നെ വീട്ടിലുള്ള സകല ഫർണിച്ചറും നാശാക്കും അവർ. സകല സ്ഥലത്ത് അവർ ഓരോന്ന് ഒട്ടിച്ചിട്ട് അതും നാശാക്കും. ഇവർക്ക് പിന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള സകല സാധനങ്ങളെടുത്ത് പുറത്തിടലും പിന്നെ അവരെ ഓരോ സാധനങ്ങൾ വലിച്ച് അവിടെ നാശാക്കലും കാർപ്പറ്റ് നശിപ്പിക്കലും ആകെ കോളാക്കും. നമുക്ക് കിട്ടുന്നതിലും കൂടുതൽ കാശ് സിനിമാക്കാർ അവിടെ നശിപ്പിച്ചിട്ടാണ് പോകുള്ളൂ. അതുകൊണ്ടാണ് വലിയ വീട്ടുകാരൊന്നും ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഷൂട്ടിങ്ങിന് കൊടുത്തിട്ട് നമുക്ക് ഇത്രയധികം കാശ് ചിലവാക്കാനും പറ്റില്ല, എല്ലാവർക്കും അറിയാതെ. പക്ഷേ ഈ ഒരു പടത്തിന് ശരിക്കും പറഞ്ഞാൽ വലിയൊരു വീട് വേണം. അതിനന്വേഷിച്ചാണ് ഈ അമേരിക്കക്കാരൻ്റെ വീട്ടിലേക്ക് വന്നത്, പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പോൾ വന്നപ്പോൾ പറഞ്ഞു വലിയൊരു എമൗണ്ട്, ഇവർക്ക് പൈസ ഒന്നൊരു വിഷയമല്ല. അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു എന്തായാലും ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളൂ, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ്, നിങ്ങൾക്ക് എത്ര ദിവസം ഷൂട്ടിങ്ങിന് വേണം? 10 ദിവസം ഷൂട്ടിങ്ങിന് വേണം. ഓക്കെ, 10 ദിവസം ഷൂട്ടിങ് ചെയ്തോളൂ. അപ്പോൾ ഒരു എമൗണ്ട് പറഞ്ഞു. ഓക്കെ, എമൗണ്ടിൽ നമുക്കൊന്നും വിഷയമില്ല, പക്ഷെ നമുക്കൊരു സിനിമ ഷൂട്ടിങ്ങൊക്കെ കാണാമല്ലോ. പിന്നെ ഇവിടെയുള്ള സാധനങ്ങളും കാര്യങ്ങളൊന്നും നശിപ്പിക്കാണ്ട് നിങ്ങൾ നോക്കണം, എന്തെങ്കിലും നശിപ്പിച്ചാൽ അതിനുള്ള ബില്ല് ഞാൻ അങ്ങോട്ട് ഇട്ട് തരും എന്ന് പറഞ്ഞു. ഓക്കെ, എല്ലാം ഞങ്ങൾ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ ഷൂട്ടിങ് തുടങ്ങി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു യൂത്തൻ, നല്ലൊരു വലിയ പ്രായമുള്ള നടനൊന്നല്ല, നല്ല ചൊറിയുറുക്കുള്ള ഇപ്പോൾ നല്ലൊരു നടനാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിലെ ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ വരും. ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂറൊക്കെ വരും. രണ്ടാമത് ലൈറ്റപ്പ് ചെയ്ത് അതിൻ്റെ സെറ്റപ്പ് ചെയ്ത് ക്യാമറ വെച്ച് മറ്റുള്ള സെറ്റപ്പൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത് ഷൂട്ടിംഗ് തുടങ്ങാൻ. അപ്പോൾ അത്രയും നേരം നമ്മുടെ നടന്മാരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാരവനിൽ കയറിയിരിക്കാനോ പതിവ്. പക്ഷേ ഈ നടൻ കയറി വരണ കൊണ്ട് മൂപ്പർക്ക് കാരവനൊന്നുമില്ല. അപ്പം പിന്നെ പോരത്തിന് വീട്ടിലാണ് ഷൂട്ടിങ്. അപ്പോൾ അവനെ വലിയ ചൂടുമില്ല. ഔട്ട്ഡോറൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ എന്തായാലും കാരവൻ അവനെ കൊണ്ടുവന്നിടും. അതിലിപ്പോൾ നമുക്ക് പോയി റെസ്റ്റ് എടുക്കാം. ഇതിപ്പോൾ വലിയ അമേരിക്കക്കാരൻ്റെ വീട്ടിലാണ് ഷൂട്ടിങ്. സകല റൂമിൽ സെൻട്രലൈസ് AC വീട് മൊത്തം. അപ്പോൾ പിന്നെ വേർക്കേണ്ട പണി വരുന്നില്ലല്ലോ. അപ്പോൾ അത്രയും സൗകര്യമാണ്. ഈ നടനെ കണ്ടപ്പോൾ നമ്മുടെ അമേരിക്കക്കാരൻ്റെ ഭാര്യയ്ക്ക് ഒരു ഇടളക്കം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കക്കാരൻ്റെ ഭാര്യ കുറേ നാളായി ഇവിടെ പട്ടിണിയിരിക്കുന്നത്. അപ്പോൾ നടനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോ, ഷൂട്ടിങ് സമയത്ത് ബ്രേക്ക് സമയത്ത് എൻ്റെ റൂമിലേക്ക് വന്നോളൂ, നമുക്ക് അവിടെ റെസ്റ്റ് എടുക്കാം, എനിക്കപ്പോൾ നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. നടനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമേരിക്കക്കാരെ കണ്ടപ്പോൾ ഈ പറഞ്ഞ പോലെ ഗംഭീരായി, നല്ല അസല് അലുവ പോലത്തെ പെണ്ണാണ്. അങ്ങനെ ഇവർ ഷൂട്ടിങ്ങിൻ്റെ ബ്രേക്കിൽ മുഴുവൻ ഈ അമേരിക്കക്കാരിയുടെ റൂമിൽ വരും. ആ റൂമാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡംബര റൂമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 റൂമിൻ്റെ വലിപ്പമാണ് ആ റൂം. അതിൻ്റെ ഉള്ളിലില്ലാത്ത സാധനങ്ങളൊന്നുമില്ല, അത്രയും സെറ്റപ്പാണ്. ഇതൊക്കെ കണ്ടപ്പോൾ ഈ നടൻ തന്നെ ഞെട്ടിപ്പോയി. ഇത്രയും വലിയൊരു റൂം സ്റ്റാർ ഹോട്ടലിൽ പോലും കാണില്ല, സൂട്ട് റൂമിൽ പോലും കാണില്ല, അത്രയും ആഡംബരമുള്ള റൂമിൽ പറഞ്ഞു. അത് ഞങ്ങൾ അങ്ങനെയാണ്, നമ്മളെല്ലാം ഇവിടെ കംപ്ലീറ്റ് സാധനങ്ങളും അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഇവിടുത്തെ ഇന്ത്യയിലത്തെ ഒരു സാധനം പോലും ഞങ്ങളിവിടെ ഉപയോഗിച്ചില്ല. കംപ്ലീറ്റ് അമേരിക്കൻ മേഡാണ് വീട് മൊത്തം എന്ന് പറഞ്ഞു. ഒരു ജീവിതമല്ലല്ലോ, നമ്മൾ ആസ്വദിക്കുക എന്ന് പറഞ്ഞു ഇത്. അപ്പോൾ നടൻ അങ്ങനെ സംസാരിച്ചിരിക്കണേ ഇവർ പിന്നെ സെക്സിനെ കുറിച്ചായി സംസാരം. എന്നുവെച്ചാൽ എന്താണ് കല്യാണം കഴിക്കാത്ത ഇവരോട് ചോദിക്കുക, കല്യാണം കഴിക്കാനായിട്ട് ഇതിലൊന്ന് സെറ്റപ്പ് ആവണം, ഇതായിരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കക്കാരി തന്നെ ഈ നടൻ്റെ മെക്കട്ടിക്ക് കയറി വന്നു. നടനും അതിനേക്കാളും വലിയ സന്തോഷം. ഈ ഉച്ചയ്ക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ ചിലപ്പം ബ്രേക്ക് ഉണ്ടാവും, ലഞ്ച് ബ്രേക്ക്. ആ ബ്രേക്കിൽ
അമേരിക്കക്കാരിനെ കെട്ടിപ്പിടിച്ച് പരിപാടി ചെയ്യാനായിട്ട് ഒരു പരിപാടിയെല്ലാം ഉറപ്പിച്ചു. എന്നിട്ട് അന്ന് ബ്രേക്ക് പറഞ്ഞപ്പോൾ ഇവിടെ അമേരിക്കക്കാർ പറഞ്ഞു, ഭക്ഷണം ഞാൻ ഇന്ന് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്, അവർ വരും, ഇവിടുത്തെ ഭക്ഷണം എന്തായാലും കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ അതിനേക്കാളും സന്തോഷമായി. അങ്ങനെ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് അടിപൊളി ഭക്ഷണം 2 പേർക്കും കൊണ്ടുവന്നു. അതൊക്കെ കഴിച്ചു. പരിപാടിക്ക് ഇവിടെ കെട്ടിപ്പിടിച്ചു. ചുംബനങ്ങളും ഉമ്മകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോരോ ഡ്രസ്സുകളൊക്കെ അങ്ങോട്ട് ഊരി അത് കഴിഞ്ഞ് ഇതങ്ങോട്ട് എല്ലാം ഊരി കണ്ടു കഴിഞ്ഞപ്പോൾ അവനാകെ ഞെട്ടിപ്പോയി. ഇത്രയും നല്ലൊരു ശരീരം, ഇത്രയും പ്രായമായിട്ട് പോലും വളരെ ഗംഭീരമായിട്ടുള്ള ശരീരം കണ്ടപ്പോൾ നമ്മുടെ ഈ നടൻ്റെ എല്ലാ കൺട്രോൾ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവള് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതെ ഞാൻ ബ്രസീലിൽ നിന്ന് ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രസീലിൽ നിന്ന് ഞാനൊരു ഈ തേൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഗംഭീര വിലയാണ്. ബ്രസീലിൻ്റെ കാടുകളിൽ നിന്ന് കിട്ടിയുള്ള തേനാണ്. അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഗംഭീര വിലയാണ്. ആ തേനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ ഒരു വലിയൊരു ഒരു ലിറ്ററോളുണ്ട്. അതിൽ നിന്ന് നോക്കിയപ്പോൾ അതിൽ നിന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുത്തു ഈ നടന് ഈ പരിപാടിക്ക് മുമ്പ്. അപ്പോൾ അവൻ പറഞ്ഞു, ഇന്നവരെ ഞാൻ ഇതുപോലെ ഒരു തേൻ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഗംഭീരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് കഴിച്ചങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സുഖമാണ്. അത്രയധികം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വാദനം അതിന്. ഇത് കേട്ടോ നടൻ പറഞ്ഞു, എനിക്ക് ഇതിന് കുറച്ച് വേണട്ടോ. തരാം, ഒരു കുഴപ്പമില്ല, ഇഷ്ടം പോലെ തരാം, എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ പറഞ്ഞു, എന്താണ് ആഗ്രഹം? ഞാൻ എന്ത് ആഗ്രഹം സാധിച്ചു തരാം. എന്നിട്ട് ഈ പെണ്ണ് എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണിൻ്റെ സ്വകാര്യ ഭാഗത്ത് യോനിയിൽ ഈ തേനങ്ങോട്ട് ഒഴിച്ചിട്ട് പറഞ്ഞു, ഇത് ഭയങ്കര വിലയുള്ളതാണ്, ലക്ഷങ്ങൾ വിലയുള്ളതാണ് ഈ തേൻ. അപ്പോൾ അതുകൊണ്ട് ഒരു തുള്ളി പോലും പുറത്ത് കളയാണ്ട് മോനെ നീ അതൊന്ന് നക്കി കുടിക്കടാ എന്ന് പറഞ്ഞു. പറഞ്ഞു, കയ്യിൽ ഒഴിച്ചാൽ നീ കുടിക്കാറുണ്ട്, ഇതിപ്പോൾ ഞാൻ എങ്ങനെ കുടിക്കുക? അത് നീ കുടിക്കടാ, അത് കുടിച്ചാൽ നിനക്ക് ഇനി നീ ഒന്നും പറയണ്ട. അത് നമ്മൾ 2 പേരും ഈ ബ്രാൻഡിയും ബിസ്ക്കും മറ്റുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്ന പോലെയല്ല, നീ അതങ്ങോട്ട് നക്കി കുടിക്കടാ എന്ന് പറയാനല്ല. ഈ ഇതിലൊഴിക്കുകയും ചെയ്തു, ഇവനെ കൊണ്ട് നക്കിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിൻ്റെ പഴം കാണിക്കുക, അതിൽ ഞാൻ ഒഴിച്ചാലാം, ഞാനും അത് അങ്ങനെ കുടിക്കാനേ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അതും കുടിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പര് നടൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഴം കൊണ്ട് നേരിട്ട് വെക്കാൻ ചില പറഞ്ഞു, എനിക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ല, അതിൻ്റെ ഉള്ളിലേക്ക് ഇത് കയറ്റണോണ്ട് എനിക്ക് യാതൊരു ഇഷ്ടമില്ല, താല്പര്യമില്ല, അത് ഞാൻ ചെയ്യൂല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾ ഇങ്ങനെയുള്ള ഇതുകളോട് കൂടി ചെയ്യുമ്പോൾ നീ അതൊക്കെ നക്കി കുടിക്കുമ്പോഴേക്ക് തന്നെ എൻ്റെ ഓർഗാസം വന്നു, എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി നീ എന്തിനാ അതൊക്കെ ആയിരുന്നു, നിൻ്റെയും കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു തരാം, നീ അത് നിനക്ക് അത്രയല്ല ഇത് വേണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ വെച്ചാലും നിൻ്റെ ഇത് പോയാൽ മതി, അല്ലാണ്ട് തന്നെ ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ലിംഗത്തുമ്പലും ഈ തേനൊഴിച്ച് ഇവളത് എടുത്തു കൊടുത്തു. ഇവൾക്കും അവനും സുഖമായി കാര്യങ്ങൾ ചെയ്തു. ഇതിപ്പോൾ ഇങ്ങനെ പോട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ കയറ്റാം. എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറ്റാണ്ട് യാതൊരു ഇതായി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പിറ്റേ ദിവസം ഷൂട്ടിംഗ് ഉണ്ട് അവിടെ തന്നെ. അവിടെ ആകെ ആ ഷൂട്ടിങ് തീരെ ഒരു 8 ദിവസം 7 ദിവസമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കൂടി അവർ എക്സ്ചേഞ്ച് ചെയ്ത് 10 ദിവസം അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചെന്നു, ഇവനെ വിളിച്ചു, ഇന്ന് ഭക്ഷണം നമുക്ക് ഹോട്ടലിൽ നിന്ന് തന്നെ വരൂട്ടാന്ന്. ലഞ്ച് ബ്രേക്കിന് വന്നു. അന്നും കളിക്കാൻ തുടങ്ങിയപ്പോൾ ഇതേ കളി തന്നെ. അപ്പോൾ പറഞ്ഞു, ഒന്നും മാറ്റി കളിച്ചൂടെ, ഞാൻ ഇന്നലെ തന്നെ കഴിച്ചിട്ട് ഇതൊക്കെ ഈ തേനൊക്കെ കുടിച്ചിട്ട് ലാസ്റ്റ് എനിക്ക് വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല, ഭയങ്കര അധികം ഒരു ഇറിറ്റേഷൻ വന്നു. ഇന്ന് അതേ കളി തന്നെയാണോ? അതേ കളി തന്നെ, ഈ തേന വെച്ചുള്ള കളി തന്നെയാണ്, അതെനിക്കിഷ്ടമുള്ളൂ, അതിനാണ് ഞാൻ ആവശ്യം എനിക്ക് നിന്നെ എന്ന് പറഞ്ഞു. അന്നും അതന്നെ തേന വെച്ച് തന്നെ കളിച്ചു. അന്ന് അത് കഴിഞ്ഞിട്ട് ആ ഷൂട്ടിങ് കഴിയുന്ന ഒരു 10 ദിവസം വർക്കുണ്ടായിരുന്നു. 6 ദിവസം തേന ഒഴിപ്പിച്ച് അങ്ങോട്ടും കളിച്ചു. പക്ഷേ യോനിയിൽ വയ്ക്കാനായിട്ട് ഈ അമേരിക്കക്കാർ സമ്മതിച്ചില്ല. അപ്പോൾ ഇവന് ഭയങ്കര വിഷമായി, അതുമാത്രം ചെയ്യാൻ പറ്റിയില്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷൂട്ടിങ് കഴിഞ്ഞ് പോകുമ്പോൾ പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് വിളിക്കും, നീ അപ്പോൾ വന്നോളോട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നടന് മതിയായി വിളിക്കും, നടന് ഇങ്ങനെ ഒരു ചെയ്യാൻ വളരെ തീരെ താല്പര്യമില്ല. കുറേ കഴിഞ്ഞപ്പോൾ നടൻ പറഞ്ഞു, എന്തായാലും ഇനി ഞാൻ വരില്ല, നമ്മുടെ ബന്ധം ഈ ഷൂട്ടിങ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മുടെ ബന്ധം വെച്ച് അവസാനിപ്പിച്ചു, ഇനി ഞാൻ വരില്ല കേട്ടോ എന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ വരാണ്ടിരിക്കാൻ ശരിയാവില്ല, നീ ഞാൻ വിളിച്ചാൽ വന്നിരിക്കും, വന്നില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കുന്നു പറഞ്ഞു. ഞാനെന്തനുഭവിക്കാനാ? അല്ല, നീ എൻ്റെ ബ്രസീൽ തേനെടുത്ത് നിൽക്കണതൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനി നെറ്റിലിട്ടിട്ട് നിൻ്റെ ഉള്ള ഭാവി
ഇവിടുന്ന് സിനിമാ ലോകത്തുള്ള സകല ഭാവി ചിലപ്പോൾ നഷ്ടപ്പെടാൻ അത് മതി, എനിക്കൊരു ചുക്കുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആകെ ഞെട്ടിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, വിളിച്ചപ്പോൾ വന്നില്ലെങ്കിൽ ഇവൾ ഇത് നെറ്റിലിടും, നാട്ടുകാരെ കാണിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് വേറെ രക്ഷയില്ലല്ലോ. ഇവൻ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, ഒരു CI. ആ CIയോട് പോയി വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഒരു അബദ്ധം എനിക്ക് പറ്റി, എങ്ങനെയെങ്കിലും എന്നെ ആ അമേരിക്കക്കാരിൽ നിന്ന് തന്നെ ഒന്ന് രക്ഷിച്ച് തരണം, നീ ഇതിലിടപെട്ട് ആ സ്ത്രീയോടൊന്ന് സംസാരിക്കണം, എനിക്കിങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര വൃത്തികെട്ടായിട്ട് നമുക്ക് ഒരു സുഖത്തിന് വേണ്ടി 1-2 ദിവസം പ്രാവശ്യമൊക്കെ ചെയ്യാം. ഇത് സ്ഥിരമായിട്ടൊരു പെണ്ണിന് ഇത് മാത്രം മതി എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അപ്പോൾ അതുകൊണ്ട് എന്നെ നീ ഇങ്ങനെ നമ്മൾ കേസ് കൊടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നീ ഇടപെട്ട് ആ അമേരിക്കക്കാരോടൊന്ന് സംസാരിച്ച് അതൊന്ന് സെറ്റിൽ ചെയ്ത് തന്നെ പറഞ്ഞു. അവൻ പറഞ്ഞു ഞാൻ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും നീ ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം, ഇവരൊക്കെ ഏത് തരക്കാരെന്ന് നമുക്ക് അറിയില്ലല്ലോ, നീ ഇങ്ങനെ അബദ്ധത്തിൽ പെട്ടില്ലേ, നീ ഒരു സെലിബ്രിറ്റി അല്ലേ, നീ ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെയെന്ന് പറഞ്ഞു. ശരി ഞാൻ സംസാരിക്കാം ആ സ്ത്രീയോടെന്ന് പറഞ്ഞു. ആ സ്ത്രീനെ വിളിച്ചു. ഞാൻ ആളാണ്, CI ആണ്, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സാർ ഇങ്ങോട്ട് പോകുന്നോളൂ, വീട്ടിലേക്ക് വന്നോളൂ. വേണ്ട, വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളല്ല, പ്രൈവറ്റ് കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹോട്ടലിൽ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിൽ ഈ ലേഡി വന്നു, ഈ CI ചെന്നിട്ട് പറഞ്ഞു എൻ്റെ സുഹൃത്താണ് നടൻ, അവന് ഒരുപാട് സ്വപ്നങ്ങളും ഇതൊക്കെ ഉള്ളതാണ്, ഇപ്പോൾ അവൻ്റെ കല്യാണം അടുത്തുണ്ടാവും, അപ്പോൾ അവനായിട്ട് നിങ്ങളുണ്ടായുള്ള കാര്യങ്ങൾ മുഴുവൻ അവനോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് മേഡം ഒരു കാര്യം ചെയ്യും, അവൻ്റെ ചെറുപ്പത്തിലെ പക്വതയില്ലായ്മ കൊണ്ട് അവൻ ഉണ്ടായതാണ്, അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക, ആ വീഡിയോ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളി, ഇനി ആ പയ്യനായിട്ട് ആ നടനായിട്ടുള്ളൊരു ബന്ധം വേണ്ട, അവന് തീരെ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ അവന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവന് ഇഷ്ടമില്ല. അവൻ നിങ്ങൾക്ക് ശരിക്ക് അവൻ്റെ ആഗ്രഹത്തിന് ചെയ്യും പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ വന്ന് ചാടിയത്. പക്ഷേ പല സ്ത്രീകൾക്കും പല ടേസ്റ്റല്ലേ, പല രൂപമല്ലേ, ഈ മോഡലല്ലേ. അപ്പോൾ അതുകൊണ്ട് സെക്സിൽ പല ചിന്തകളും പലർക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ സഹകരിക്കാൻ പറ്റിയെന്ന് വരില്ല. അവൻ തന്നെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് 2 ദിവസം ഭക്ഷണം പോലും കഴിക്കേണ്ടിയിരുന്നുണ്ടെന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് അവനെ വിട്ടുപിടിക്കും മേഡം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ശരി, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മൾ നിർബന്ധിച്ച് ചെയ്യാനായിട്ട് എനിക്കും താല്പര്യമില്ല. അപ്പോൾ മേഡത്തിന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പയ്യൻ്റെ ഫോൺ നമ്പർ തരാം, അവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ചെയ്യുന്ന, അവന് വളരെ ഇതാണ്. അപ്പോൾ ഏതാ പയ്യൻ? അല്ല ഇപ്പോൾ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർ വരുന്നു, അവർ എല്ലാ കാര്യങ്ങളും അതിലൊന്നും എനിക്ക് താല്പര്യമില്ല. അവർക്കൊന്നും ഒരു ആത്മാർത്ഥതയില്ല, അവരൊക്കെ വല്ല ഗുളിയും കഴിച്ച് വല്ല സ്പ്രേ അടിച്ച് വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിലൊന്നും എനിക്ക് താല്പര്യമില്ല. നമുക്ക് താല്പര്യം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളോട് കൂടി ആസ്വദിച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം, അതിലെനിക്ക് താല്പര്യമുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ വേറെ ഉണ്ടല്ലോ, അതല്ല നമുക്ക് നല്ലത്. ആണുങ്ങളുടെ ആവശ്യം തന്നെയില്ല, എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ചെയ്തു, അതുപോലെ ഇങ്ങനെയൊക്കെ എത്തി. അപ്പോൾ അവന് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഞാനിതവിടെ വെച്ച് അവസാനിപ്പിക്കുക. എൻ്റെ ഫോൺ കൊടുത്തു പറഞ്ഞു സാർ എന്നെ അത് ഡിലീറ്റ് ചെയ്തോ, ഇനിയിപ്പോൾ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ CI പഠിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഷെയറൊന്നും ചെയ്തിട്ടില്ല, വീഡിയോ അതിലുണ്ടെന്ന് പറഞ്ഞു. ഡിലീറ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് അവനോട് പറയും എനിക്ക് അവനെ ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവൻ്റെ ഉദ്ദേശത്തിലുള്ള ഇതിൽ ചെയ്യാനായിട്ടും കളിക്കാനായിട്ടും എനിക്ക് താല്പര്യമില്ല. അല്ലാണ്ട് ഇതേപോലെ തന്നെ അവന് താല്പര്യമുണ്ടെങ്കിൽ അവൻ എപ്പോൾ വേണമെങ്കിലും എൻ്റെ ഇതിൽ വരാം, എൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു അവനോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ CI പറഞ്ഞു വളരെയധികം സന്തോഷം, നിങ്ങളൊരു മാന്യയായ സ്ത്രീയാണ്, എന്തായാലും നിങ്ങൾ പറഞ്ഞപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ, ശരി എന്ന് പറഞ്ഞ് അവരങ്ങനെ പിരിഞ്ഞു. അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെന്ന് ചാടുമ്പോൾ സൂക്ഷിക്കുക. നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.